ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂറ്റി ഡസ് നോട്ട് ഇംപ്ലൈ ഡിഫറൻഷ്യബിലിറ്റി. അതായത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ തിയറം പറയുന്നത് the existence of the derivative of a function at a point implies the continuity of the function at that point. അതായത് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് ഈ തിയറം പറയുന്നത്. നമുക്ക് പ്രൂഫ് നോക്കാം. സപ്പോസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് ഇസെഡ്, ദെൻ ബൈ ഡെഫിനിഷൻ ലിമിറ്റ് z ടെൻസ് ടു z0 f of z minus f of z0 divided by z minus z0 exists, and that is equal to f dash of z0. Then limit z tends to z0 f of z minus f of z0 equal to limit z tends to z0 f of z minus f of z0 divided by z minus z0 into z minus z0. That is multiply and divide by z minus z0. That is equal to limit z tends to z0 f of z minus f of z0 divided by z minus z0 into limit z tends to z0 z minus z0. Okay, അത് z0 എന്നാണ് കേട്ടോ. ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് z0 ഇൻറ്റു z മൈനസ് z0ൽ z-ന് z0ൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ എന്താ വരിക? 0 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ z0 മൈനസ് z0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സെക്കൻഡ് ലിമിറ്റ് എന്തിലേക്ക് പോകും? 0യിലേക്ക് പോകും. Then answer is 0 into f dash of z0 that is equal to 0. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? ലിമിറ്റ് z tends to z0 f of z minus f of z0 equal to 0. ഇനി ലിമിറ്റ് z tends to z0 f of z0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? f of z0 തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് z tends to z0 f of z equal to f of z0. ദറ്റ് ഈസ് അതിൻ്റെ അർത്ഥം എന്താ? ഫംഗ്ഷൻ്റെ വാല്യൂ z0ലെ വാല്യൂ അതിൻ്റെ ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? കണ്ടിന്യൂസ് ആണെന്ന് പറയാം. എഫ് ഓഫ് z ഈസ് കണ്ടിന്യൂസ് അറ്റ് z ഈക്വൽ ടു z0. നെക്സ്റ്റ് തിയറം, if c is a complex number constant and let f be a function whose derivative exists at a point z, we have to prove first one d by dz of c equal to 0, second one d by dz of z equal to 1, third one d by dz of c into f of z equal to c into d by dz of f of z, and fourth one, if n is a positive integer, d by dz of z raised to n equal to n into z raised to n minus 1. First one, d by dz of c. Okay, by definition that is equal to limit delta z tends to 0 delta w by delta z. That is equal to limit delta z tends to 0 f of z plus delta z minus f of z by delta z. That is equal to limit delta z tends to 0 f of z equal to c. Then f of z plus delta z also equal to c. c minus c divided by delta z, that is equal to 0. നെക്സ്റ്റ് പ്രൂഫ്, d by dz of z ഡെഫിനേഷനിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0 എഫ് ഓഫ് z ഈക്വൽ ടു z ആണ്. അപ്പോൾ എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ z എന്ത് വരും? z പ്ലസ് ഡെൽറ്റ z എന്ന് വരും. മൈനസ് z ഡിവൈഡഡ് ബൈ ഡെൽറ്റ z. z ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഡിവൈഡഡ് ബൈ ഡെൽറ്റ z. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0 1. 1ൻ്റെ ലിമിറ്റ് എന്ത് തന്നെയാണ് വരിക? കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് നേരത്തെ പ്രൂവ് ചെയ്തു, c തന്നെയാണെന്ന്. ലിമിറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0 1 ഇസ് ഈക്വൽ ടു വാട്ട്? 1 തന്നെ. നെക്സ്റ്റ് പ്രൂഫ്, d by dz of c into f of z ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0 f of z പ്ലസ് ഡെൽറ്റ z മൈനസ് f of z ബൈ ഡെൽറ്റ z ഈക്വൽ ടു എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് c ഇൻറ്റു എഫ് ഓഫ് z ആണ്. അപ്പോൾ എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ z എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? c ഇൻറ്റു എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ z മൈനസ് c ഇൻറ്റു എഫ് ഓഫ് z ഡിവൈഡഡ് ബൈ ഡെൽറ്റ z. c കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ലിമിറ്റിനെ അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് c ഔട്ട്സൈഡ് എടുക്കുന്നു. ഓക്കെ,
സി ഔട്ട്സൈഡ് എടുത്താൽ സി ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ബൈ ഡെൽറ്റ സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഡി ബൈ ഡി സെഡ് ഓഫ് എഫ് ഓഫ് സെഡ്. നെക്സ്റ്റ് വൺ ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് റേസ് ടു എൻ ഡെഫിനേഷനിൽ അപ്ലൈ ചെയ്യുന്നു. എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ സെഡ് റേസ് ടു എൻ ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡിൻ്റെ വാല്യൂ എന്താ വരിക? സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഹോൾ റേസ് ടു എൻ ആണ്. അപ്പോൾ അത് എ പ്ലസ് ബി ഹോൾ റേസ് ടു എന്താണ്? എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ? എ റേസ് ടു എൻ പ്ലസ് പഠിച്ചിട്ടില്ലേ? എന്തായിരുന്നു എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ ആണെന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ? ദറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു എൻ പ്ലസ് എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ബി. ഈ ഒരു ഫോമിലാണ് വന്നിരുന്നത്. നെക്സ്റ്റ് ടേം എന്താ വരിക? എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു ബി റേസ് ടു ആ ഒരു ഫോമിലാണ് നമുക്ക് വന്നിരുന്നത് അല്ലേ? അപ്പോൾ എന്ത് വരും? എ പ്ലസ് ബി ഹോൾ റേസ് ടു എന്നിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് കണ്ടു. അപ്പോൾ അതുപോലെ ഇവിടെ എന്താ വരിക? സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഹോൾ റേസ് ടു എന്നിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? സെഡ് റേസ് ടു എൻ പ്ലസ് എൻ ഇൻറ്റു സെഡ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഡെൽറ്റ സെഡ് പ്ലസ് എക്സിട്ര. ലാസ്റ്റ് ടേം എന്ത് വരും? ഡെൽറ്റ സെഡ് ഹോൾ റേസ് ടു എൻ അത്രയും വരും മൈനസ് സെഡ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. അപ്പോൾ ഇതിൽ സെഡ് റേസ് ടു എന്നും സെഡ് റേസ് ടു എന്നും ഓൾറെഡി എന്തായിപ്പോയി? ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, സെഡ് റേസ് ടു എന്നും സെഡ് റേസ് ടു എന്നും എന്ത് ചെയ്ത് പോവും? ഇവിടെ ഒരു സെഡ് റേസ് ടു എൻ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു സെഡ് റേസ് ടു എൻ ഉണ്ട്. അത് രണ്ടും എന്തായി പോകും? ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ബാക്കി എന്താ വരിക? ബാക്കിയുള്ള എല്ലാ ടേമിലും എന്ത് വരുന്നുണ്ട്? ഡെൽറ്റ സെഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ സെഡിനെ ബാക്കിയുള്ള എല്ലാ ടേമിനും സെഡ് റേസ് ടു എൻ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടേമിലും ഡെൽറ്റ സെഡ് എന്നുള്ളൊരു ടേം ഉണ്ട്. അതിനെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? എൻ ഇൻറ്റു ഡെൽറ്റ സെഡ് ഹോൾ റേസ് ടു എൻ മൈനസ് 1 അല്ല ഡെൽറ്റ സെഡ് അല്ല സെഡ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സിട്ര ഡെൽറ്റ സെഡ് ഹോൾ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഡെൽറ്റ സെഡ് ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ എല്ലാ ടേമിലും എന്ത് വരുന്നുണ്ട്? വരുന്ന ഡെൽറ്റ സെഡിനെയാണ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ടേമിലും ഡെൽറ്റ സെഡ് വരുന്നുണ്ട്, പക്ഷേ ഫസ്റ്റ് ടേമിൽ മാത്രം വരുന്നില്ല. ഏതാണ് ആ ഫസ്റ്റ് ടേം? എൻ ഇൻറ്റു സെഡ് റേസ് ടു എൻ മൈനസ് 1. അതിൽ മാത്രം എന്ത് വരുന്നില്ല? ഡെൽറ്റ സെഡ് വരുന്നില്ല. അപ്പോൾ എന്ത് വരും? എൻ ഇൻറ്റു സെഡ് റേസ് ടു എൻ മൈനസ് 1 മാത്രം അവിടെ റിമെയിൻ ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ലിമിറ്റായിട്ട് വരുന്നത്, അതിൻ്റെ ഡെറിവേറ്റീവായിട്ട് വരുന്നത്. ലിമിറ്റ് അല്ല, ഡെറിവേറ്റീവായിട്ട് വരുന്നു. അപ്പോൾ സെഡ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവായിട്ട് അതാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് തിയറം. Suppose the derivative of two functions f and g exist at a point, then d by dz of f of z plus g of z equal to d by dz of f of z plus d by dz of g of z. അതിനെ സം റൂൾ എന്നാണ് വിളിക്കുക. നെക്സ്റ്റ് പ്രോഡക്റ്റ് റൂൾ എന്താ വെച്ചാൽ d by dz of f of z into g of z equal to f of z into d by dz of g of z plus d by dz of f of z into g of z. Next quotient rule, d by dz of f of z by g of z equal to g of z into d by dz of f of z minus f of z into d by dz of g of z divided by g of z whole square, where g of z not equal to 0. ഫസ്റ്റ് പ്രൂഫ് ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള പ്രൂഫാണ്. ഫസ്റ്റ് രണ്ട് കാണിക്കാം, തേർഡ് വൺ ഒന്ന് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. ഫസ്റ്റ് പ്രൂഫ്, d by dz of f of z plus g of z equal to നമ്മൾ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുന്നു. എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് എന്നുള്ള ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് പ്ലസ് ജി ഓഫ് എസ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് പ്ലസ് ജി ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ എന്ത് വരും? ഡി ബൈ ഡി സെഡ് ഓഫ് എഫ് ഓഫ് സെഡ് പ്ലസ് സെക്കൻഡ് വൺ എന്ത് വരും? ഡി ബൈ ഡി സെഡ് ഓഫ് ജി ഓഫ് സെഡ്. നെക്സ്റ്റ് പ്രൂഫ്, പ്രോഡക്റ്റിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുകയാണ്. അതിന് മുൻപ് നമ്മൾ ആ ടേമിനെ ഒന്ന് റീറൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ജി ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ടേം ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏതാണ് ആ ടേം?
എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്നുള്ളൊരു ടേം ആഡ് ചെയ്യാം, അതേ ടേം തന്നെ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, എഫ് ഓഫ് സെഡിനെ ഔട്ട്സൈഡ് എടുക്കുക. ഏത് ടേമിൽ നിന്നൊക്കെയാണ് ഔട്ട്സൈഡ് എടുക്കുന്നത്? എഫ് ഓഫ് സെഡ് കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെ ടേമിലാണ്? നമുക്ക് പറയാൻ പറ്റും, ഈ ടേമിലും എഫ് ഓഫ് സെഡ് കോമൺ ആണ്. അപ്പോൾ അതിൽ നിന്ന് എഫ് ഓഫ് സെഡിനെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എന്താണ് വരിക? ജി ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് ജി ഓഫ് സെഡ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതുപോലെ പ്ലസ് ഈ രണ്ട് ടേമിൽ നിന്നും ഇതിൽ നിന്നും നമുക്ക് ജി ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡിനെ ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ എന്താ വരിക? എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം? എഫ് ഓഫ് സെഡ് ഇൻറ്റു എഫ് ഓഫ് സെഡിനെ ഔട്ട്സൈഡ് എടുത്താൽ എഫ് ഓഫ് സെഡ് ഇൻറ്റു ബാക്കി വരുന്നത് ഏതിൻ്റെ ലിമിറ്റ് ആയിട്ടാണ് വരുന്നത്? ടി ബൈ ഡി സെഡ് ഓഫ് ജി ഓഫ് സെഡ്. ഏതിൻ്റെ ലിമിറ്റ്? ജി ഡാഷ് ഓഫ് സെഡ് ആണ്. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 ജി ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് ജി ഓഫ് സെഡ് ബൈ ഡെൽറ്റ സെഡ്. അതെന്ന് പറഞ്ഞാൽ എന്താ? ഡി ബൈ ഡി സെഡ് ഓഫ് ജി ഓഫ് സെഡ് ആണ്. പ്ലസ് സെക്കൻഡ് ടേം എന്താ വരുന്നത്? ജി ഓഫ് സെഡ് ഇൻറ്റു ഡി ബൈ ഡി സെഡ് ഓഫ് എഫ് ഓഫ് സെഡ്. അതിൻ്റെ ഡെറിവേറ്റീവ് ആണ്, എഫ് ഓഫ് സെഡിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ലിമിറ്റിൻ്റെ ടേമിൽ എഴുതിയിട്ട് പിന്നെ ഡെറിവേറ്റീവിൻ്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രൂഫ് കോഷ്യൻ റൂളാണ്. അതൊന്ന് തന്നെ ചെയ്ത് നോക്കുക. ഇതുപോലെ ഏതെങ്കിലും ഒരു ടേം ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് ട്രൈ ചെയ്യാം. നെക്സ്റ്റ്, ഫൈൻഡ് എഫ് ഡാഷ് ഓഫ് സെഡ് വെൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2z പ്ലസ് 1. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് കാണുക. കോഷ്യൻ റൂൾ എന്തായിരുന്നു? ഡിനോമിനേറ്റർ ഇൻറ്റു ദറ്റ് ഈസ് 2z പ്ലസ് 1 ഇൻറ്റു ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് മൈനസ് 1 മൈനസ് സെഡ് മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി സെഡ് ഓഫ് 2z പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2z പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് ഡയറക്റ്റ് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. അപ്പോൾ ആൻസറായി 3 ഡിവൈഡഡ് ബൈ 2z പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ചെയിൻ റൂൾ. സപ്പോസ് ദാറ്റ് എഫ് ഹാസ് എ ഡെറിവേറ്റീവ് അറ്റ് ഇസഡ് നോട്ട് ആൻഡ് g has a derivative at f of z naught, then the function capital F of z equal to g composition of f of z, that is g of f of z, has a derivative at z naught. d by dz of capital F of z naught equal to d by dz of g composition f of z naught equal to d by dz of, അതായത് കോമ്പോസിഷൻ വരുമ്പോൾ ആദ്യം ജിയുടെ ഡെറിവേറ്റീവ് കാണും. ഡി ബൈ ഡി സെഡ് ഓഫ് ജി ഓഫ് എഫ് ഓഫ് സെഡ് നോട്ട്. അപ്പോൾ ജി ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളത് എഫ് ഓഫ് സെഡ് നോട്ടിലാണ്. അതുകൊണ്ടാണ് ജി ഓഫ് എഫ് ഓഫ് സെഡ് നോട്ട് ഇൻറ്റു ഡി ബൈ ഡി സെഡ് ഓഫ് എഫ് ഓഫ് സെഡ് നോട്ട്. ഓക്കെ, അപ്പോൾ എഫ് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളത് സെഡ് നോട്ടിലാണ്. അതുകൊണ്ടാണ് ഡി ബൈ ഡി സെഡ് ഓഫ് എഫ് ഓഫ് സെഡ് നോട്ട് കണ്ടത്. ദറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു ജി ഡാഷ്. എഫ് ഡാഷ് നമുക്ക് ഡി ബൈ ഡി സെഡ് ഓഫ് എഫ് ഓഫ് സെഡ് നോട്ടിനെ എഫ് ഡാഷ് എന്ന് വിളിക്കുകയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സെഡ് നോട്ട് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട്. ഇതിനെ ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു നൊട്ടേഷൻ കൊടുക്കാൻ വേണമെങ്കിൽ സ്മോൾ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ആൻഡ് ക്യാപിറ്റൽ ഡബ്ല്യു ഈക്വൽ ടു ജി ഓഫ് സ്മോൾ ഡബ്ല്യു. ദെൻ ഡി ക്യാപിറ്റൽ ഡബ്ല്യു ബൈ ഡി സെഡ് ഈക്വൽ ടു ഡി ഡബ്ല്യു ബൈ d small w into dw divided by dz. ഒരു പ്രോബ്ലം നോക്കി നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 3z സ്ക്വയർ പ്ലസ് 5y ഹോൾ ക്യൂബ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? w എന്നുള്ളത് ആ സ്മോൾ ഫംഗ്ഷൻ ദാറ്റ് ഈസ് 3z സ്ക്വയർ പ്ലസ് 5y എന്ന് എഴുതാം. അത് ഏതിൻ്റെ ക്യൂബാണ്? ഡബ്ല്യുവിൻ്റെ ക്യൂബായിട്ട്. അപ്പോൾ ക്യാപിറ്റൽ ഡബ്ല്യുവിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ ഡബ്ല്യു ഈക്വൽ ടു സ്മോൾ ഡബ്ല്യു ക്യൂബ്. അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി സെഡ് എന്ത് വരും? ഡി ഡബ്ല്യു ബൈ ഡി സ്മോൾ ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡി സെഡ്. ദറ്റ് ഈസ് ഡി ഡബ്ല്യു ഓഫ് ഡബ്ല്യു ക്യൂബ് ഇൻറ്റു ഡി സെഡ് ബൈ 3z സ്ക്വയർ, ഡി ബൈ ഡി സെഡ് ഓഫ് 3z സ്ക്വയർ പ്ലസ് 5y. അപ്പോൾ എന്താ വരിക? 3w സ്ക്വയർ, ഡബ്ല്യു ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3w സ്ക്വയർ ഇൻറ്റു നെക്സ്റ്റ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 6z എന്നാണ് വരിക. ഇനി നമ്മളെല്ലാം സെഡിൻ്റെ ടേമിൽ കൺവേർട്ട് ചെയ്ത് എഴുതണം. അപ്പോൾ 3 ഇൻറ്റു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 3z സ്ക്വയർ പ്ലസ് 5y ഹോൾ സ്ക്വയർ ഇൻറ്റു 6z. ഓക്കെ.